ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും മഴയ്ക്ക് ചെറിയൊരു ആക്കമൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയേ. കുറച്ച് ദിവസമായി ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട്. ഞാൻ ഇറങ്ങുന്ന കണ്ടിട്ട് എൻ്റെ തൊട്ടുപുറകെ ഇവനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഇരുന്ന് വണ്ടി ഓടിക്കലാണ് ഇപ്പോൾ പ്രധാന പരിപാടി. ഇനിയിപ്പോൾ ഞാനോ അമ്മയോ പുറത്തില്ലെങ്കിൽ അവൻ വെളിയിലേക്ക് ഇറങ്ങത്തില്ല കേട്ടോ. ഭയങ്കര പേടിയാ. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങി നടക്കുകയുള്ളേ. അമ്മയ്ക്ക് എവിടെ നിന്നോ ഒരു ജമന്തി കിട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ അതിൻ്റെ തയ്യെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറേ വെള്ളം ഇരിക്കുന്നു. ഞാനൊക്കെ ഒന്ന് കമത്തിയൊക്കെ കളഞ്ഞു. ഇപ്പോൾ ചീഞ്ഞു പോകുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇതാ നമ്മുടെ മഞ്ഞടാലിയേക്ക് പൂവിട്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പൂവായി. പക്ഷേ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും കേട്ടോ. പൂവ് മാത്രമല്ല 3-4 മൊട്ടുകളും ഉണ്ട് കേട്ടോ. ഇനി എത്ര ദിവസം കൂടി ഇങ്ങനെ മഴ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒരു ആറ് കാണിക്കാറില്ലേ നടന്നു വരുമ്പോൾ, ആ ആറാണ് കേട്ടോ ഈ താഴെക്കൂടെ കാണുന്നത്. അതിൻ്റെ സൗണ്ട് നന്നായിട്ട് നമ്മുടെ വീടിനകത്തിരുന്നാൽ പോലും കേൾക്കാവേ. ശരിക്കും അഞ്ചുരുളിയുടെ ഒന്ന് സൈഡിലേക്കേ നോക്കാൻ തോന്നില്ല. മൊത്തത്തിൽ തണുത്ത് വിറങ്ങലിച്ച് കോട മൂടി കിടക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരുപാട് നാൾ നിൽക്കുന്ന പൂവായിരുന്നു കേട്ടോ. ഏകദേശം എല്ലാം തന്നെ ചീഞ്ഞ് ഒരു പരുവമായിട്ട് നിൽക്കുവാണ്. ഞാനാണെങ്കിൽ എപ്പോഴും എൻ്റെ കാര്യം പറയാറുണ്ട്, ഇവിടുത്തെ മഴയുടെ കാര്യങ്ങളും എല്ലാം. ഞാൻ നിങ്ങളോട് ഒറ്റ വട്ടം പോലും ചോദിച്ചിട്ടില്ലല്ലേ, എന്താ നിങ്ങൾ സേഫാണോ, നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്നൊക്കെ. ഞാനതിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് മഴയുടെയൊക്കെ അവസ്ഥ? എല്ലാവരും ഒന്ന് പറയൂ കേട്ടോ. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഏതാണ്ട് കുറച്ച് ജില്ലകളിലെ മഴയുള്ളെന്ന് തോന്നുന്നല്ലേ ഇതുപോലെ ശക്തമായിട്ട്. പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാത്രിയാവും തോറും നന്നായിട്ട് തണുപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് അച്ഛൻ വരാൻ കുറച്ച് വൈകും കേട്ടോ. നാളെ ഞായറാഴ്ചയൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരെയും ഒരു ദിവസം കഴിഞ്ഞൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ, നാളെ അവധി ആയതുകൊണ്ട്. അപ്പോൾ അച്ഛൻ വരാൻ വൈകുവേ.